ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, നിങ്ങൾ ചൊരിഞ്ഞ ചോരയ്ക്കും നിങ്ങളുടെ വിയർപ്പിനും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടായിരിക്കും ഈ ഗവൺമെന്റ് പ്രവർത്തിക്കുക എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ഈ അവസരം വിനിയോഗിക്കുക. അതിന്റെ അർത്ഥം എതിരാളികളെ പിച്ചു ചീന്തുന്ന പിണറായി വിജയന്റെ ഏകാധിപത്യ ഭരണമായിരിക്കില്ല നമ്മുടേത്. ഞങ്ങളുടെ ആദ്യത്തെ ക്യാബിനറ്റിൽ ശ്രീ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഞങ്ങളെല്ലാവരും കൂടി എടുത്ത ഒരു തീരുമാനം, നമ്മുടെ പ്രിയങ്കരനായ നേതാവ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികൾ, അത് ഞാൻ തെരഞ്ഞെടുപ്പ് സമിതിയുടെ ചെയർമാനായിരുന്നു, ഞാനാണ് ഈ 5 ഗ്യാരണ്ടികൾ തയ്യാറാക്കാൻ നേതൃത്വം കൊടുത്തത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വനിതകൾക്കുള്ള യാത്ര സൗജന്യമാണ്. ഇത് ആദ്യഘട്ടം മാത്രമാണ്. ഓർഡിനറി ബസ്സുകളിൽ വനിതകൾക്ക് യാത്രാ സൗകര്യം കൊടുത്തത്, സൗജന്യം. ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ എല്ലായിടത്തും ഭയങ്കര തിരക്കാണ്. എല്ലാ ബസ്സിലും വനിതകൾ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കൂടെ ഭർത്താക്കന്മാരുള്ളത് കൊണ്ട് അവരുടെ ടിക്കറ്റ് കിട്ടും. അടുത്ത പടിയാണ് ഇനിയും ഫാസ്റ്റ് പാസഞ്ചർ ഉൾപ്പെടെയുള്ള അടുത്ത പടി. അത് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കും. വയോജന ക്ഷേമത്തിന് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായൊരു വകുപ്പ് ഞാൻ കൊടുക്കുന്നതിനോട് പറയാം, ഇത് എന്റെ ഒരു നിർദ്ദേശമായിരുന്നു. ജപ്പാനിലുള്ള സിൽവർ ഇക്കോണമി കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികൾ ഒരു സംശയം വേണ്ട, ഈ ഗവൺമെന്റ് ലെറ്റർ ആൻഡ് സ്പിരിറ്റിൽ നടപ്പാക്കുക തന്നെ ചെയ്യും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നാട് ധാരാളം ദുരിതങ്ങൾ അനുഭവിച്ചു. കേരളം എത്ര പിന്നോട്ട് പോയി. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതി എന്താണ്? പ്രിയങ്കരനായ ശ്രീ ജി സുധാകരൻ ഞങ്ങളെയൊക്കെ ഒത്തിരി എതിർത്തിട്ടുള്ള ആളാണ്. ഞങ്ങളും എതിർത്തിട്ടുണ്ട്. ശ്രീ വേണുഗോപാൽ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ അതെല്ലാം രാഷ്ട്രീയമായ മത്സരങ്ങളുടെ ഭാഗമായിരുന്നു. ഞങ്ങളാരും ജി സുധാകരനെ അപമാനിച്ചിട്ടില്ല, ആക്ഷേപിച്ചിട്ടില്ല. ഞങ്ങളാരും ജി സുധാകരന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെ ചോദ്യം ചെയ്തിട്ടില്ല. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് നേരെ ഉപയോഗിച്ച ഭാഷ ചെറ്റ എന്നായിരുന്നു. നികൃഷ്ട ജീവിയെന്നും അതുപോലെയുള്ള വാക്കുകൾ, പരനാറി എന്നുമൊക്കെയുള്ള വാക്കുകൾ